പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 29 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലേ. ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. രാവിലെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറയുമ്പോൾ ഈ പകൽക്കാലം യഹോവ നിസ്സിയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി പറഞ്ഞാണ്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് ഇന്നത്തെ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി, അതിശയകരമായി, ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്നത്തെ പകൽക്കാലം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറ. കർത്താവെ അങ്ങനെ നടത്തിയതിനായിട്ട് സ്തോത്രം, അങ്ങനെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം, അങ്ങനെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം പറഞ്ഞു. കർത്താവ് അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. എന്നെ വിളിച്ചപേക്ഷിക്കാനല്ലേ അങ്ങ് പറഞ്ഞത്. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങ് വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. 2 കാലിൻ്റെ മുട്ടിന് താഴെ വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവർ വെയ്റ്റ് കാരണം മാനസികമായി ഒത്തിരി വിഷമിക്കുന്നു. പലയിടത്തും ചെല്ലുമ്പോൾ തള്ളപ്പെടുന്നു. പലയിടത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓവർ വെയ്റ്റ് ഉള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെ ഭാരം നോർമലായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ശരീരഭാരം കൂട്ടുന്ന അവസ്ഥകൾ മാറിപ്പോവുകയും അവരുടെ ശരീരഭാരം നോർമലായി തീരുകയും ചെയ്യട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അകാരണമായി മുടി പൊഴിഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രക്തത്തിനകത്ത് ദൈവിക അത്ഭുതം നടക്കട്ടെ. രക്തം ശുദ്ധമായി തീരട്ടെ. വയറിനകത്തുള്ള സ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ അഡിക്ഷനുകളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ പല രീതിയിലുള്ള അഡിക്ഷനുകളുണ്ടല്ലോ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സകല അഡിക്ഷനുകളും മാറട്ടെ. എല്ലാവരും യേശുവിന് അഡിക്റ്റായി തീരട്ടെ. എല്ലാവരും യേശുവിനോടുള്ള സ്നേഹം പിടിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ അഡിക്ഷനുകളും യേശുവിനേക്കാൾ അധികമായി ഉണ്ടാകുന്ന എല്ലാ സ്നേഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. യേശുവിനെ സ്നേഹിക്കുന്ന മക്കളായി എല്ലാവരെയും മാറ്റുന്നതിന് സ്തോത്രം. ലോകത്തെമ്പാടും ഇന്ന് നടക്കുന്ന കർത്താവിൻ്റെ വേലയെ സംബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങയുടെ അഭിഷിക്ത ദാസന്മാർ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. നിറവിൻ്റെ സഭായോഗമായി തീരട്ടെ. ലോകവ്യാപകമായൊരു ഉണർവിന് ഇന്നത്തെ സഭായോഗം മുഖാന്തരമായി തീരട്ടെ. മിഡിൽ ഈസ്റ്റിൽ മുഴുവനും കർത്താവെ ഇന്നത്തെ സഭായോഗങ്ങൾ അനുഗ്രഹം പൂർണ്ണമായി തീരട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും ഒരുപോലെ ഒരുക്കുമാറാകട്ടെ. ഇന്നത്തെ സഭായോഗം മറക്കരുത്. ഇന്ത്യൻ സമയം
8 മണി കഴിയുമ്പോഴത്തേക്കിന് ആരംഭിക്കും രാവിലെ. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം. അതുമാത്രമല്ല, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമ്മുടെ 1, 2, 3 ഉപവാസ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയും ഉപവാസവും നിശ്ചയമായിട്ടും നിങ്ങൾ അതിൽ പങ്കെടുക്കുകയും പൂർണ്ണരാകുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, നന്മ ചെയ്യുകയിൽ നിങ്ങൾ മടുത്തു പോകരുത്. ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകരുത്. പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് നിരാശ വരാറുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ ഓർപ്പിക്കുക, ഒന്നിലും തളർന്നു പോകരുത്, ഒന്നിലും നിരാശപ്പെട്ടു പോകരുത്. കാരണം കർത്താവ് എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മൾ വിചാരിക്കും, കർത്താവെ ഞാൻ ഇത്രയും നന്മ പ്രവൃത്തികൾ ചെയ്തു, ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ല. തളരരുത്. കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലല്ലോ. നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. കർത്താവ് അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറുന്നുണ്ട്, പല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലല്ലോ. തളരരുത്. പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നു, നിരാശപ്പെട്ടു പോകരുത്. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. കാത്തിരിക്കുക. അത് നിശ്ചയമായിട്ടും അതിൻ്റെ സമയത്ത് വരിക തന്നെ ചെയ്യും. ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്ത പ്രാപിപ്പാൻ എന്ത് വേണം? സഹിഷ്ണുത വേണം. അതുകൊണ്ട് നിരാശപ്പെടരുത്. എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എക്സാം എഴുതിയാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തളർന്നു പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് ട്രൈ ചെയ്തു, അത് നടന്നില്ല എന്ന് പറഞ്ഞ് ദൈവ പൈതലെ തളർന്നു പോകരുത്. ദൈവം നമുക്ക് വേണ്ടി തക്കതായ സമയത്ത് തക്കതായതൊരുക്കും. നമ്മുടെ ജോലി വെയിറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നതിൽ ഒരു മടുപ്പും വരണ്ട. അതുകൊണ്ട് ഞാൻ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ല, ഇനി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകത്തില്ല. നോ, അങ്ങനെയല്ല വേണ്ടത്. കർത്താവ് എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് എന്നെ ഗൈഡ് ചെയ്യും. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാം ഏകദേശം എത്ര വർഷം? 25 വർഷം ഇസഹാക്കിന് വേണ്ടി കാത്തിരുന്നില്ലേ? വാഗ്ദത്തമുള്ളവനല്ലായിരുന്നു. പക്ഷേ അതിന് ദൈവം നിശ്ചയിച്ച സമയമായപ്പോഴാണ് ലഭിച്ചത്. ജോസഫിനെ സംബന്ധിച്ച് 13 വർഷക്കാലം ജോസഫ് കാത്തിരുന്നില്ലേ? ജോസഫിനെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു. ജോസഫിനെ തെറ്റായ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു. ഇതൊക്കെ നടന്നിട്ടും ജോസഫിൻ്റെ സമയമായപ്പോൾ ദൈവം ജോസഫിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തില്ലേ? ഏലിയാവ് ആദ്യത്തെ പ്രാവശ്യം ബാല്യക്കാരനോട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്ക്. ബാല്യക്കാരൻ പറഞ്ഞു, അവിടെ ഒരു കാര്യവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥന നിർത്തിയോ? നോക്കുന്നത് നിർത്തിയോ? ഇല്ല. ഏകദേശം 7 പ്രാവശ്യത്തോളം നോക്കിയതിന് ശേഷമല്ലേ മഴ കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ കാർമേഘം കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അയ്യോ പെട്ടെന്നൊരു മറുപടി ലഭിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം നടന്നില്ല, ഞാൻ ആരാധനയ്ക്ക് 3-4 ആഴ്ച പോയി ഒരു കാര്യം. നിരാശപ്പെടരുത്. നിന്റെ സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കുക. കർത്താവ് നിശ്ചയമായും അത് പ്രവർത്തിക്കും. ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 20 വർഷം പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പം വിചാരിച്ചു യൂസ്ലെസ്സാണ്, പ്രയോജനമില്ല, ഇത് മാനസാന്തരപ്പെടത്തില്ല എന്ന് പറഞ്ഞു. ഉപവാസവും പ്രാർത്ഥനയും സാധാരണ പ്രാർത്ഥനയല്ല, പോരാടിയുള്ള പ്രാർത്ഥനയും. ആദ്യമൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞ് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഏകദേശം 20 വർഷം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ടു. അതിൽ നിന്ന് ഇപ്പം ആ വ്യക്തി ചർച്ചിലെ വലിയ എന്നാ പറയുന്നത്, വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി മാറി. ഈ സഹോദരിയെക്കാളും തീക്ഷ്ണതയുള്ള വ്യക്തിയായി മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ നിരാശപ്പെട്ട് മാറിപ്പോകരുത്, തളരരുത്. നമ്മൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അത്ഭുതം കണ്ടുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ. നിരാശ വരുമ്പോൾ അതിനെ നിരസിച്ച് കളയണം. പറഞ്ഞില്ല, ഞാൻ നിരാശപ്പെടത്തില്ല, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, തളർന്നു പോകരുത്. അതുപോലെ നിരാശപ്പെട്ടിരിക്കുന്ന മറ്റു പലരെയും നമ്മൾ ആശ്വസിപ്പിക്കുകയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക. കർത്താവേ, ഇന്ന് എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ തളർച്ചകളും മാറിപ്പോകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ ഉത്സാഹത്തോടെ മടുപ്പില്ലാതെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.